ഷിരൂരിലേക്ക് ഒന്നുകൂടി പോകണം. ഷിരൂരിൽ ബൈജു തുടരുന്നുണ്ട്. അപ്പോൾ ബൈജുവിനൊപ്പം അർജുന്റെ കുടുംബവും ചേരുന്നുണ്ട്. എന്താണ് ബൈജു അവർക്ക് പറയാനുള്ളത്? തീർച്ചയായും രഞ്ജിത്തെ, ആ അവസാനഘട്ട തെരച്ചിൽ നടക്കുമ്പോൾ അർജുന്റെ കുടുംബം, പ്രത്യേകിച്ച് സഹോദരി അഞ്ജു ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അഞ്ജു തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അഞ്ജു ഇവിടെ എത്തിയത്. അഞ്ജു, ഇത് അവസാനഘട്ട തെരച്ചിലെന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ തെരച്ചിൽ? കുടുംബത്തിന്റെ ആവശ്യം ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിലായിരുന്നു. അപ്പം ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അറ്റ്ലീസ്റ്റ് ലോറിയുടെ അടുത്ത്, ക്യാബിന്റെ അടുത്തെങ്കിലും എത്തിപ്പെടാൻ പറ്റട്ടെ. ഈ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, കയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ ഈ ലോറി ഉണ്ടാകും, അതിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്ന് ഇപ്പോഴും അഞ്ജു ഉൾപ്പെടെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ബാക്കിയൊക്കെ ഒന്നും അറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ 10 ദിവസം തെരച്ചിലാണ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഇന്നലെ അവർ വ്യക്തമാക്കിയത് 3 ദിവസം ഇപ്പോൾ തെരച്ചിൽ നടത്തുമെന്നാണ്. പിന്നീട് അത് വേണമെങ്കിൽ തുടരുമെന്ന് പറയുന്നുണ്ട്. എന്താണ് കുടുംബം ആവശ്യപ്പെടുന്നത്? ഈ ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരണമെന്ന് തന്നെയാണോ? ഇത്രയും കാശ് മുടക്കിയിട്ടാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പം അന്നും പറഞ്ഞത് 10 ദിവസത്തോളം ഉള്ള ആ ഒരു ഇതാണ്. അപ്പം 3 ദിവസത്തിന് നമ്മൾ ആരും അറിയിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ നടത്തണം തന്നെയാണ് നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അഞ്ജുവിന്റെ ഹസ്ബൻഡ് ജിതിൻ ഇവിടെ ആദ്യം മുതലേ ഉണ്ട്. അഞ്ജു ആദ്യമായാണ് ഷിരൂരിലേക്ക് ഇപ്പോൾ എത്തുന്നത്. എന്താണ് ഒരു മാനസിക? അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്താനുള്ളത്, ഇപ്പൊ എനിക്കാണ് ഹസ്ബൻഡിനാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഓടിയെത്താനുള്ളത് അർജുനായിരുന്നു. അപ്പം ഡ്രഡ്ജർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചാണ് കുടുംബം ഒന്നായിട്ട് ഇവിടെ വരണം. അവൻ അവസാനമായിട്ട് ചെലവഴിച്ച സ്ഥലത്തുകൂടെ നമുക്കും കുറച്ച് സമയം ചെലവഴിക്കണം, ആ സ്ഥലത്ത് വന്നിരിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചതാണ്. അപ്പം പെട്ടെന്നാണ് ഡ്രഡ്ജർ വരുന്നതും കാര്യങ്ങളും. അപ്പം കുടുംബം പിന്നീട് വരും. അപ്പം ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ വന്നില്ലല്ലോ എന്ന് അവൻ വിചാരിക്കൂലേ, ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തോണ്ടൊക്കെ ഡ്രഡ്ജർ വന്ന് തെരച്ചിൽ നടത്തി കഴിയുന്നായിരുന്നു വിചാരിച്ചത്. ഏതായാലും ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇന്നലെ ഒരു അരമണിക്കൂർ മാത്രം തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ കയറും ലോഹഭാഗങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൂചന നമുക്ക് നിർണായകമായ ഒരു തെരച്ചിലാണ് ഇന്നും പറയുന്നത്. കുടുംബം എങ്ങനെയാണ്? ഞങ്ങളും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ലോറിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല വെയിലും പുഴയിലാണെങ്കിലും വെള്ളം നല്ല കുറവുണ്ട്. അപ്പം നമുക്ക് അനുയോജ്യമായുള്ള കാലാവസ്ഥയിൽ എത്രയും പെട്ടെന്ന് തന്നെ ലോറിയുടെ അടുത്തെത്താൻ പറ്റട്ടെ. ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിന്, കുടുംബത്തിൽ നിന്നും ആദ്യമായാണ് ഒരാളിപ്പോൾ എത്തുന്നത്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഞ്ജു പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് വരണം തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഡ്രഡ്ജർ എത്തുന്നതുകൊണ്ട് ഇനി എല്ലാവരും എത്തിയാൽ പിന്നെ അവർക്കൊരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകുന്ന കരുതിയിട്ട് പിന്നെ എല്ലാവരും ഇനി ഡ്രഡ്ജിങ് കഴിഞ്ഞതിന് ശേഷം മറ്റു കുടുംബാംഗങ്ങളെല്ലാം, അച്ഛൻ, അമ്മ, അർജുന്റെ വൈഫ് എല്ലാവരും ഇവിടെ എത്തിച്ചേരും. ഇന്നിപ്പം അർജുന്റെ അനിയനും എത്തുന്നുണ്ട്. അഞ്ജു, ഒരു ചോദ്യം കൂടി. ഇത് ഒരു രക്ഷാദൌത്യമല്ല, അതേസമയത്ത് അർജുൻ എന്ത് സംഭവിച്ചു അതാണ് അറിയേണ്ടത്. അത് തന്നെയാണല്ലേ നമ്മൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് വന്നത്. ചോദ്യത്തിനുള്ള, അതായത് അറ്റ്ലീസ്റ്റ് ക്യാബിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഇത് ലോറി കണ്ടുപിടിച്ചില്ല, ലോറിന്റെ പാർട്സുകൾ ഓരോന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും നമുക്കൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം രക്ഷാദൌത്യം അല്ല, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയതാണ്. അപ്പം ഇനി ഉള്ളത് അവിടെ എത്തിപ്പെടുക, എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയാം. അതുതന്നെയാണ് രഞ്ജിത്തെ, അവസാനമായി അർജുൻ ചെലവഴിച്ച ആ സ്ഥലം അതൊന്ന് കാണുക, അവിടെ എത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അഞ്ജു എത്തിയിരിക്കുന്നത്. സഹോദരൻ അഭിജിത്ത് കൂടി എത്തുന്നുണ്ട്. ഏതായാലും വളരെ വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ ഷിരൂർ കടന്നു പോകുന്നത്. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും നിർണായകവുമാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഡ്രഡ്ജർ തയ്യാറാണ്, സജ്ജമാണ്. ഒപ്പം ഈശ്വർ മൽപ്പയുടെയും സഹായമുണ്ട്.